ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ കൊണ്ടുപോകാം. കത്തി എടുക്കുന്ന ഇങ്ങോട്ട് ഇരിക്കാം. കൊണ്ടുപോകാം. ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ആഴ്ചത്തെ എൻ്റെ സുഖവാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ച് ദുബായിലേക്ക് പോകുന്നതിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റു. ഉച്ചയ്ക്ക് 1:30ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 9-9:30 ആകുമ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. സോ അതിനു മുമ്പ് ഫൈനൽ പാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കാർട്ടൺ ബോക്സും പിന്നെ എൻ്റെ ലഗേജ് ബാഗുമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ ഹാൻഡ് ലഗേജും. അപ്പോൾ രണ്ടും നമ്മൾ നന്നായിട്ട് സെക്യൂർ ചെയ്യാണ്, റാപ്പ് ചെയ്ത് ആണ് ഞാൻ എപ്പോഴും കൊണ്ടുപോവുക. സോ ഞങ്ങൾ അവിടെ ഇരുന്ന് റാപ്പ് ചെയ്യാണ്. പോകാനൊരു താല്പര്യമില്ലായിരുന്നു, എന്നാലും നമുക്ക് പോയല്ലേ പറ്റും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഇതിൽ നമ്മൾ അവിടെ ഇരുന്ന് റാപ്പ് ചെയ്യുന്നു. ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ, ബിക്കോസ് അതെനിക്ക് വയ്യായിരുന്നു. പിന്നെ പോകുന്നതിൻ്റെ വിഷമവും എല്ലാം കൂടെ ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് ഞാനിത് റാപ്പ് ചെയ്താണ് കൊണ്ടുപോയത്. എയർപോർട്ടിലും റാപ്പ് ചെയ്യാം. ഇത് നമ്മളിങ്ങനത്തെ റാപ്പിംഗ് ഫോയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നാൾ യൂസ് ചെയ്യാം നമുക്ക്. ഒരു ഭയങ്കര തിക്നെസ്സോടുകൂടിയാണ് റാപ്പ് വരുന്നത്. അങ്ങനെ ഞാൻ റാപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിച്ച് ഫ്രഷായി. പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഷോൾഡർ ബാഗ്, പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് എല്ലാം ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഞാൻ എല്ലാം ഒന്ന് നോക്കി. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 9-9:30 ആയപ്പോൾ ഇറങ്ങി. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. സോ നമ്മുടെ അവിടെ നിന്നൊരു അറൗണ്ട് ഓൾമോസ്റ്റ് ഒരു 1 hour ഉണ്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ 4 പേരുമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി അവിടെ വരും, എയർപോർട്ടിലേക്ക് വരും അവർ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അന്ന് നല്ലൊരു വെതറായിരുന്നു, ബിക്കോസ് മഴ പെയ്യാൻ പോകുന്ന പോലത്തെ ഒരു വെതറായിരുന്നു. ചൂടൊന്നും അധികം ഇല്ലായിരുന്നു, അതുകൊണ്ട് നല്ലതായിരുന്നു. ഇത്തവണ വെക്കേഷൻ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബിക്കോസ് മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കധികം ചൂടും ഹ്യൂമിഡിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. ദുബായിലെ ആ ചൂടൊന്നും നമുക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയതൊക്കെ എയർപോർട്ടിൻ്റെ എൻട്രൻസിലുള്ള അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ടാണ് അവർ ആ ഏരിയ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചേഴ്സ് ടെർമിനലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഇല്ലായിരുന്നു ഇത്തവണ, ഭയങ്കര എംപ്റ്റി ആയിരുന്നു എയർപോർട്ട്. പിന്നെ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാംചരൻ്റെ വൈഫ് ഉപാസനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള സെക്യൂരിറ്റി ആയിരുന്നു അവർ. ഞാൻ എപ്പോഴും ഈ ഗേറ്റ് നമ്പർ 10 അവിടെയാണ് വെയിറ്റ് ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ് അകത്തേക്ക് പോകാൻ വേണ്ടി. സോ നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 11-11:30 ആയപ്പോഴത്തേക്കിനും ഞാൻ അകത്തേക്ക് പോയി. അപ്പോൾ അകത്ത് വന്ന് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ആകെ കൂടി ഒരു കൗണ്ടറിലാണ് ആളുണ്ടായിരുന്നത്. ഒരുപാട് നേരം നമ്മളൊരു 1 hour വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയത്. ബിക്കോസ് എത്ര ഡിലേ ആയിരുന്നു വെച്ചാൽ ഒരു കൗണ്ടറായിരുന്നു ആകെ ഉള്ളായിരുന്നുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് അകത്ത് കയറി. ഞാൻ ബോർഡിങ് ആവുന്നു. സോ ഞാൻ ഫ്ലൈറ്റിന് അങ്ങോട്ട് കയറുമായിരുന്നു. ബിക്കോസ് ഒരുപാട് ഇറിറ്റേഷൻ ആയിരുന്നു എനിക്ക് ആ സമയമായപ്പം. ബിക്കോസ് ഒരു കൗണ്ടറാണ് അവർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് 100 പേരോളം ഉണ്ടായിരുന്നു. ഭയങ്കര സ്ലോ ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴും ഫ്ലൈറ്റ് അധികം ഫുള്ളൊന്നും അല്ലായിരുന്നു, അധികം ആൾക്കാരും ഇല്ലായിരുന്നു ഫ്ലൈറ്റിൽ. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. നമ്മൾ ടിക്കറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അവർ നമുക്ക് തന്നു. അപ്പോൾ ഇത്തവണ ഞാൻ ചോയ്സ് ഓഫ് ദി ഡേ ആയിരുന്നു സെലക്ട് ചെയ്തത്. അതായത് അന്നത്തെ ദിവസം എന്താണോ ഉള്ളത് അതായിരിക്കും നമുക്ക് കിട്ടുക. അല്ലാതെ ഞാൻ വേറെ ഒന്നും സെലക്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ച് തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ വെജ് ആയിരുന്നു ഞാൻ ഇത്തവണ ഓപ്റ്റ് ചെയ്തത്. സോ നോക്കിയപ്പോൾ സ്പിനച്ച് ആൻഡ് സ്വീറ്റ് കോണിൻ്റെ ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് സ്പിനച്ചിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവേ അത് സ്പിനച്ച് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഭയങ്കര പേസ്റ്റായിട്ട് സ്പിനച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ താല്പര്യമില്ലാതെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മളത് ഫുള്ളങ്ങ് കഴിച്ചു. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്പിനാച്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ബ്രൗൺ ബ്രെഡിലാണ് അവരത് ചെയ്ത് തന്നത്. ഒരു ബ്രൗൺ ബ്രെഡും ഉണ്ടായിരുന്നു, പിന്നെ ഒരു വൈറ്റ് ബ്രെഡിലും ഉണ്ടായിരുന്നു. അങ്ങനെ 2 സ്ലൈസസ് ആയിട്ടാണ് അവർ നമുക്ക് തന്നത്. ഒരു പീസസ് ചീസിൻ്റെ സ്ലൈസും പിന്നെ സ്വീറ്റ് കോണും സ്പിനച്ചിൻ്റെ പേസ്റ്റും ഉള്ളൊരു ഫില്ലിംഗ് ആയിരുന്നു അതിനകത്ത്. ഓക്കെ, നോട്ട് ബാഡ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അതിനൂടെ തന്നെ ഒരു ബെവറേജും ഉണ്ടായിരുന്നു. ബെവറേജ് ഞാൻ ഇത്തവണ കോഫിയാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഒരു തൊണ്ണുവേനയൊക്കെ പോലെ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചൂടായിട്ട് കുടിക്കുക എന്നുള്ള രീതിക്ക് ഞാൻ കോഫി സെലക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കോഫി കൊണ്ടുതന്നു. ബിക്കോസ് ഇത്തവണ ഭയങ്കര
ടർബുലൻസ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിനകത്ത്. അപ്പോൾ കുറേ നേരം ഒരു സെർവിങ് നിർത്തി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു സെർവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത്രയും നേരം നമ്മൾ സമയം പോകാതെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ നമ്മൾ ഇരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ ബെവറേജ് സെർവ് ചെയ്തു. അപ്പോൾ ഞാൻ കോഫി എടുത്തു. അപ്പോൾ വീണ്ടും ഞാൻ കോഫിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ബിക്കോസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത്തവണ ഡേ ടൈം ആയതുകൊണ്ട് തന്നെ ക്ലൗഡ്സൊക്കെ കാണാൻ നമുക്ക് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായി. ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാമെന്ന്. നോക്കിയപ്പോൾ അതാ നമുക്ക് ദുബായിയുടെ പോർഷൻസ് ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നീണ്ട 3 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞാനിതാ ദുബായിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അവർ പറഞ്ഞ സമയത്തിനേക്കാളും ഒരു 30 മിനിറ്റ്സ് ഏർലി ആയിട്ട് തന്നെയാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. പിന്നെ എൻ്റെ ലഗേജും കാർട്ടൺ ബോക്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഞാൻ പുറത്തെത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് ആണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എയർപോർട്ടിനടുത്തായിട്ട് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ഒരു വെതർ ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര ചൂടായിരുന്നു. ഞാൻ പോയതിനേക്കാളും കൂടുതൽ ചൂടായി ഇവിടെ എത്തിയപ്പോൾ. എനിക്ക് വേണ്ടിയിട്ട് ഇവരൊരു എൻ്റെ ബ്രദറും വൈഫും ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവരുണ്ടായിരുന്നു എന്ന്. അപ്പം ഇവരെല്ലാവരും ചെറുതായിട്ടൊരു കേക്കൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് അവർ ഓൾറെഡി സെറ്റാക്കി അവിടെ ഇരിക്കുകയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ബർത്ത്ഡേ ഒന്നും കൂടി ആഘോഷിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ എല്ലായിടത്തോട്ടും എനിക്ക് ഭയങ്കര എന്തൊരു വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇതോടുകൂടി തീർന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കിട്ടി. അതൊക്കെ ഇപ്പോൾ അൺബോക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. സോ എൻ്റെ ഒരു വെക്കേഷനും പിന്നെ ബർത്ത്ഡേ ആഘോഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.